നമസ്കാരം. എം മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിൻ്റെ 11-ാം അധ്യായത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ദാസൻ പോണ്ടിച്ചേരിയിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നതാണ് കാണാൻ കഴിയുന്നത്. ദാസൻ പോണ്ടിച്ചേരിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ കുറുമ്പിയമ്മ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തെല്ലാമാണ് ദാസൻ പോണ്ടിച്ചേരിയിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ കുറുമ്പിയമ്മ പറഞ്ഞത്? ദാസൻ പോയാൽ ആരാണ് തനിക്ക് പൊടി വാങ്ങിത്തരുന്നത്? കുറുമ്പിയമ്മയുടെ പ്രശ്നം അതാണ്. എത്രയോ കാലമായിട്ട് ഈ ദാസനാണ് ഇവർക്ക് ഈ പൊടി വാങ്ങിക്കൊണ്ട് കൊടുത്തോണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ കാലണയുടെ പൊടിയായിരുന്നു വാങ്ങുന്നതെന്നാണ് പറയുന്നത്. അത് പിന്നീട് തികയാതെ വന്നപ്പോൾ അരയണയുടെ പൊടിയായി. ഒന്തത്തെ ചെട്ടിയാറുടെ പീടികയിൽ നിന്നാണ് ഈയക്കടലാസി പൊതിഞ്ഞ് ഈ പൊടി വാങ്ങിക്കൊണ്ട് വരുന്നത്. അപ്പം ഈ പ്രശ്നം കേട്ടപ്പോൾ ദാസന്റെ സഹോദരി ഗിരിജ പറയുക, അതിനിപ്പം ദാസേട്ടൻ വേണമെന്നുണ്ടോ? ഞാൻ വാങ്ങിക്കൊണ്ട് തരാമല്ലോ എന്നാണ് പറയുന്നത്. ഞാൻ വലുതായില്ലേ, ഇനി എനിക്ക് വാങ്ങിക്കൊണ്ട് വരാമല്ലോ. അതത്ര പ്രായോഗികമായ കാര്യമല്ല എന്ന് കുറുമ്പിയമ്മയ്ക്കറിയാം. കാരണം എന്താണെന്നറിയാവോ? അവൾ പഠിത്തം നിർത്തി സ്കൂളിൽ പോകാതെ വീട്ടിലിരിക്കുക. കാരണം എന്തുവാ? അവൾ തെരണ്ടു എന്നാണ് പറയുന്നത്. പെൺകുട്ടികൾ പ്രായമായി കഴിഞ്ഞാൽ പിന്നെ അവരെ സ്കൂളിൽ വിടാറില്ല. സ്കൂളിൽ പോകാൻ പറ്റില്ല. സ്കൂളിലെന്നല്ല, പുറത്തെങ്ങും പെൺപിള്ളേരെ പുറത്തോട്ട് വിടുകയില്ല. വളരെ അച്ചടക്കത്തോടെ വീടിനകത്തിരുത്തുകയാണ് പതിവ്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ഗിരിജ. അതുകൊണ്ട് ഗിരിജയ്ക്ക് പുറത്തേക്ക് പോകാനോ സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നുവരാനോ ഒന്നും പറ്റത്തില്ല എന്നുള്ളത് കുറുമ്പിയമ്മയ്ക്കറിയാം. അതുകൊണ്ട് കുറുമ്പിയമ്മ അതിനെ വകവെച്ചില്ല. അത് നടക്കത്തില്ലാത്ത ഒരു കാര്യമാണ്. നീ വലിയ ബാല്യക്കാരുത്തിയായി പോയില്ലേ, ഇനി നിനക്ക് വാങ്ങിക്കാൻ പറ്റുമോ എന്നാണ് കുറുമ്പിയമ്മ ചോദിക്കുന്നത്. ഇവിടെ കുറുമ്പിയമ്മയ്ക്ക് അതിനൊന്നും സാരമില്ല, അതൊക്കെ പോട്ടെ, നീ പോയി പഠിച്ച് വലിയ ആളായി വരണമെന്നാണ് കുറുമ്പിയമ്മ ദാസനോട് പറയുന്നത്. കുറുമ്പിയമ്മ ദാസനെ പുണരുകയും പഠിച്ച് വമ്പനായി കോട്ടും തൊപ്പിയും ഒക്കെ ഇട്ട് നടക്കുമ്പോൾ ഈ അച്ചമ്മയെ മറക്കുമോ എന്നും ചോദിക്കുന്നു. കാരണം ഈ കുറുമ്പിയമ്മ ദാസന്റെ തോളിൽ കൈയൊക്കെ ഇട്ട് അവനെ പുണർന്നുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഇനി 1-2 കൊല്ലം ഇവനെ കാണാൻ കഴിയില്ലല്ലോ എന്നോർത്തപ്പോൾ കുറുമ്പിയമ്മയ്ക്ക് വലിയ വിഷമം. അവന് ജനിച്ചതിൽ പിന്നെ കുട്ടിയായിരുന്ന സമയത്തൊക്കെ അവന് കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് ഓരോ സമയവും അവനോടൊപ്പം കഴിഞ്ഞു പോകുന്നതായ ഒരാളാണ് നമ്മുടെ കുറുമ്പിയമ്മ. ഇവൻ വളർന്ന് വലുതായി ഒരാണാകുന്നത് ആഹ്ലാദത്തോടെ നോക്കി നിൽക്കാനായിട്ടാണ് അവർ കാത്തിരിക്കുന്നത്. അവന് 1ാമനായിട്ട് പാസ്സായ സമയത്തൊക്കെ ആനന്ദം കൊണ്ട് ഈ അമ്മ വാവിട്ട് നിലവിളിച്ചിരുന്നു. പഠിച്ച് സമ്പന്നനായിട്ട് കോട്ടും തൊപ്പിയിട്ട് നടക്കുമ്പോൾ ഈ അമ്മയെ മറക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് മറുപടിയായിട്ട് ദാസൻ പറയുന്നുണ്ട്, ഞാൻ ആരെയും മറക്കത്തില്ല അച്ചമ്മേ, നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നതെന്നും പറയുന്നുണ്ട്. അവനെ വലയം ചെയ്തിരിക്കുന്നതായിട്ടുള്ള ശുഷ്കമായിട്ടുള്ള ആ അമ്മൂമ്മയുടെ കയ്യ്, അച്ചമ്മയ്ക്ക് മോൻ്റെ സ്വത്തും വേണ്ട പണവും വേണ്ട, ചാകാൻ കിടക്കുമ്പോൾ പൊടി വാങ്ങാൻ 2-3 മുക്കാലും നീ തന്നാ മതി എന്ന് പറയാം. അത് നീ തരുമോ മോനെ എന്ന് ചോദിക്കുകയും ചെയ്യും. എൻ്റെ ജീവനുള്ള കാലം എല്ലാം ഞാൻ അമ്മയ്ക്ക് പൊടി വാങ്ങി തരാമെന്നും ദാസൻ പറയുകയും ചെയ്യുന്നുണ്ട്. ഇനിയും ദാസന് പോകാനുള്ള ഒരുക്കങ്ങളാണ്. അവനെ സഹായിക്കാൻ ചന്ദ്രികയും ഗിരിജയും ഒക്കെ ഉണ്ട്. ഗിരിജയെ സംബന്ധിച്ചിടത്തോളം അവൾ അടങ്ങി ഒതുങ്ങി കഴിയുന്ന ഒരു പ്രാകൃതക്കാരിയാണ്. അവൾ മറ്റു വീടുകളിലൊന്നും പോകാറില്ല. ചന്ദ്രികയുടെ വീട് വരെ മാത്രമേ പോകത്തുള്ളൂ. കാരണം അവർ തമ്മിൽ കൂട്ടുകാരികളാണ്. ചന്ദ്രിക ദാസൻ പോകുന്നത് അറിഞ്ഞത് മുതൽ 2-3 ദിവസമായിട്ട് ഇവരുടെ വീട്ടിൽ തന്നെയാണ്. ദാസൻ്റെ വീട്ടിൽ പോകുന്നതിൻ്റെ അന്ന് രാവിലെയും അവൾ വന്നു. മറ്റാരും അടുത്തില്ലാത്ത തക്കം നോക്കിയിട്ട് ഇവള് മുറി കടന്നു വന്നിട്ട് കട്ടിലിൻ്റെ ഒരറ്റത്ത് ചാരി നിന്നുകൊണ്ട് ദാസനെ വിളിക്കുന്നുണ്ട്. ദാസൻ എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. അവൻ കത്തയക്കുമോ എന്നൊക്കെ അവൾ ചോദിക്കുന്നു. ആർക്കാണ് അയക്കേണ്ടതെന്ന് അവൻ ചോദിച്ചപ്പോൾ അവൾ തലതഴുത്തി നിൽക്കുക. ദാസൻ പോയാൽ എപ്പോഴാണ് വരിക എന്നൊക്കെ ചന്ദ്രിക വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്. അറിയില്ലെന്ന് അവൻ മറുപടി പറയുന്നുണ്ട്. കോളേജ് പൂട്ടിയാൽ വരണമെന്ന് അവൾ ആവശ്യപ്പെടുകയും ചെയ്യും. നോക്കാമെന്ന് പറഞ്ഞ് ആരുടെയോ ശബ്ദം കേട്ടപ്പോൾ അവൾ ധൃതിയിൽ വെളിയിലേക്ക് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട്. ദാസൻ പോണ്ടിച്ചേരിക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ചന്ദ്രിക ആവശ്യപ്പെട്ടതെന്ത്? പോയിട്ട് കോളേജ് പൂട്ടിയാൽ വരണമെന്നാണ് അവൾ ആവശ്യപ്പെടുന്നത്. അവൾ പോയി കഴിഞ്ഞപ്പം ദാസന് ദുഃഖം തോന്നുന്നുണ്ട്. പിന്നെ ചിന്തിക്കുന്നുണ്ട്,
ഇത് പ്രേമമാണോ എന്ന് ചിന്തിച്ചിട്ടാണ് അവനിങ്ങനെ ചിന്തിക്കുന്നത്. ഞാൻ എന്തായാലും പ്രേമത്തിലൊന്നും വിശ്വസിക്കുന്നില്ലല്ലോ. ദാസനെ സംബന്ധിച്ചിടത്തോളം പ്രേമം എന്ന വികാരത്തെക്കുറിച്ചൊന്നും അവനധികം ചിന്തിച്ചിരുന്നില്ല. അതുകൊണ്ട് ചന്ദ്രികയോട് തനിക്ക് പ്രണയമാണോ എന്നറിയില്ല. അവനങ്ങനെ ചിന്തിക്കുകയാണ്, ഞാനെനിക്ക് പ്രണയമാണോ, പ്രേമത്തിൽ വിശ്വസിക്കുന്നില്ലല്ലോ എന്നും ചിന്തിക്കുന്നുണ്ട്. ഈ പോണ്ടിച്ചേരിയിലേക്ക് പോകാനുള്ള ദാസന്റെ ഒരുക്കം എപ്രകാരമായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇരുമ്പ് പെട്ടിയിൽ വേണ്ടുന്നതായ സാധനങ്ങളെല്ലാം ഇവൻ അടുക്കി വെച്ചു. വസ്ത്രമായിട്ട് ആകെ 2 ഷർട്ടും മുണ്ടും മാത്രമേ അവനുള്ളൂ. യാത്രയ്ക്ക് വേണ്ടി മൂപ്പൻ സാഹിബ് ഒരു ചെറിയ സംഖ്യ അവന് കൊടുത്തയച്ചിരുന്നു, കുറച്ച് പൈസ. അതുകൊണ്ടാണ് ഇവൻ ഈ ഷർട്ടും മുണ്ടുമൊക്കെ വാങ്ങിച്ചത്. പെട്ടിയുടെ പകുതിയിലധികം പുസ്തകങ്ങളാണ്. കൂട്ടത്തിൽ കുഞ്ഞനന്ദൻ മാസ്റ്റർ ഏൽപ്പിച്ച ഒരു നീണ്ട കവറും ഉണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ. സുബ്ബരാമന് കൊടുക്കാനുള്ളതായിരുന്നു അത്. പോണ്ടിച്ചേരിയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രൊഫസറാണ് ഈ സുബ്ബരാമൻ. മയ്യഴിയിലെ ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ, സ്വാതന്ത്ര്യ പ്രസ്ഥാനം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ പലതുമാണ് ഈ കത്തിലുള്ളതെന്നും നമ്മുടെ ദാസൻ അറിയാം. ദാസൻ കുളിച്ച് വസ്ത്രമൊക്കെ മാറി വന്നപ്പോഴേക്കും അവിടേക്ക് നമ്മുടെ കുഞ്ഞിച്ചിരിത വരുന്നുണ്ട്. ദാസൻ പോകുന്ന വിവരം അറിഞ്ഞുകൊണ്ട് വരുക. അവർ വന്നിട്ട് ചോദിക്കുക, പോണ്ടിച്ചേരിയിൽ നിന്ന് വരുമ്പോൾ നീ എനിക്ക് എന്തുവാ കൊണ്ടുതരുന്നു? എന്തോ വേണേലും കൊണ്ടുതരാമെന്നാണ് പറയുന്നത്. കുഞ്ഞിമാണിക്യത്തിന് വൈശ്രവണൻ ചെട്ടിയാർ കാഴ്ചവെച്ച തരത്തിലുള്ള പട്ട് വേണോ, പണ്ടം വേണോ, എന്ത് വേണേലും കൊണ്ടുതരാൻ തയ്യാറാണ് ദാസൻ. ഒന്നും വേണ്ട മോനെ, നീ പഠിച്ച് വലിയ ആളാവുമ്പോൾ ഓർമ്മയുണ്ടായാൽ മതി എന്ന് പറഞ്ഞ് അവനെ അനുഗ്രഹിക്കുക. കുഞ്ഞിച്ചിരിത അവിടുത്തെ ബെഞ്ചിന്മേലിരുന്നു. കൗസുവമ്മ ഈ വെറ്റ മുറുക്കാൻ കൊണ്ട് കൊടുത്തു. ചുണ്ണാമ്പ് പുരട്ടി അവരത് വായി വെച്ചു. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്കും ഒന്ന് പോണ്ടിച്ചേരി കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്നാ കുഞ്ഞിച്ചിരിത പറയുന്നു. ഈശ്വരൻ സഹായിച്ച ഞാനും ഒരു ദിവസം പോണ്ടിച്ചേരിയിലേക്ക് പോകും. അന്നേരം നമ്മുടെ കുറുമ്പിയമ്മ പറയുക, പോണ്ടിച്ചേരിയിലല്ല ഫ്രാൻസിൽ തന്നെ പോകണമെന്ന് വെച്ചാൽ നിനക്കെന്താടി, പോകരുതോ? നിനക്ക് ദാവീദ് സാഹിബ് ഇല്ലേ, ദാവീദ് സാഹിബിൻ്റെ സഹായമൊക്കെ കിട്ടുമല്ലോ എന്ന് പറയുകയാണ്. ഈശ്വരൻ സഹായിച്ചാൽ കുറുമ്പിയമ്മേ ഞാൻ ഫ്രാൻസിൽ പോകും, അതിന് സംശയമുണ്ടോ എന്നും ചോദിച്ച് അവളെ സപ്പോർട്ട് ചെയ്യുക. കുഞ്ഞിച്ചിരിത സ്വതേ ചുവന്ന അവളുടെ ചുണ്ടുകൾ കൂടുതൽ ചുവക്കിയായി ഇതൊക്കെ ഓർത്തപ്പം. പോയി വാ, നന്നായി വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദാസനെ അനുഗ്രഹിക്കുന്നുണ്ട്. അവൻ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന സമയത്തും അവനെ അനുഗ്രഹിച്ച് മുട്ടായി വാങ്ങിക്കാനൊക്കെ ഉള്ള പൈസയൊക്കെ ഈ കുഞ്ഞിച്ചിരിത കൊടുത്തായിരുന്നു. അതൊക്കെ നമ്മുടെ ദാസൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. നിരത്തിലൂടെ ഒരു അരയന്നത്തെ പോലെ നടന്നു പോകുന്ന കുഞ്ഞിച്ചിരിതയെ നോക്കിയിട്ട് ദാസൻ ഓർക്കുകയാണ്, കാലം എത്ര കടന്നു പോയാൽ എന്താ, കുഞ്ഞിച്ചിരിതയ്ക്ക് മാത്രം ഒരു മാറ്റവുമില്ല. എന്നും 16 വയസ്സിൽ വളരെ യൗവനം തുളുമ്പുന്നതായിട്ടുള്ള കുഞ്ഞിച്ചിരിതയെ കണ്ടുകൊണ്ട് നമ്മുടെ ദാസൻ ഓർക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് കേളൻ്റെ കുതിരവണ്ടി വീടിൻ്റെ മുൻപിൽ വന്നു നിൽക്കുകയാണ് ദാസന് പോകാനായിട്ട്. ദാസൻ ആ പെട്ടിയൊക്കെ എടുത്ത് ഓരോരുത്തരോടായിട്ട് യാത്ര ചോദിച്ച് കണ്ണെത്താത്ത നാട്ടിലേക്ക് പോകുന്ന മകൻ്റെ കാര്യം ഓർത്തപ്പോൾ കൗസുവമ്മയ്ക്ക് ആകെ പാരവശ്യം, പ്രയാസം. കരയാതിരിക്കാൻ റൈറ്റർ അവളെ ഉപദേശിച്ചു. ഒന്നും മറന്നില്ലല്ലോ എന്ന് റൈറ്റർ തിരക്കി. ഇല്ലെന്ന് പറഞ്ഞിട്ട് ദാസൻ, റൈറ്ററും ദാസനും കുതിരവണ്ടി കയറിയിരുന്നു. കോലായിൽ എല്ലാവരും അങ്ങനെ അവൻ്റെ പോക്ക് നോക്കി അങ്ങനെ നിൽക്കുകയാണ്. കണ്ണെത്താത്ത ദൂരത്തേക്കാണ് തൻ്റെ മകൻ പോകുന്നതെന്നും ഒരു പനി വന്ന് കിടന്നു പോയാൽ ആരാണ് അവനെ അവിടെ നോക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് കൗസു കരയുന്നുണ്ട്. റൈറ്റർ ഗുണദോഷിക്കുന്നുമുണ്ട്. പക്ഷെ അവൻ ഇറങ്ങിപ്പോകുമ്പോൾ ഇടതുകാല് വെച്ചാണ് ഇറങ്ങിയതെന്ന് പറയുന്നത്. ആദ്യമായിട്ട് അവൻ സ്കൂളിൽ പോയപ്പോഴും ഇടതുകാല് വെച്ചിട്ടാണ് അവൻ ഇറങ്ങിയത്. അതൊരു അനർത്ഥത്തിൻ്റെ സൂചനയാണെന്ന് ഓർക്കുന്നു. റൈറ്ററും ദാസനും കയറിയ കുതിരവണ്ടി ദൂരേക്ക് പോവുകയാണ്. പോണ്ടിച്ചേരി അകലെയാണ്. കണ്ണെത്താത്തത്ര അകലെ യാത്ര ചോദിച്ചുകൊണ്ട് ദാസൻ പോകുമ്പോൾ 11ാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. 12ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പം നാം കാണുന്നതാണ് അന്ത്രുപോലീസ്. പുലർച്ചയ്ക്ക് പട്ടീസും തൊപ്പിയുമൊക്കെ ഇട്ടിട്ട് മൂപ്പൻ്റെ ബംഗ്ലാവിൽ ഡ്യൂട്ടിക്കായിട്ട് പോവുക. 5:30 ഡ്യൂട്ടി. അപ്പം ബംഗ്ലാവിൻ്റെ മുമ്പിലെ മതിലിൻ്റെ അവിടെ എത്തിയപ്പോൾ മതിലിൽ ഒരു പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത് അയാൾ കണ്ടു. പെട്ടെന്ന് ഞെട്ടി. ചുമന്ന മഷി കൊണ്ട് ഭംഗിയായി സ്വാതന്ത്ര്യം എന്നെഴുതിയ വലിയൊരു ചുമർ പരസ്യം. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് കുറേ ആളുകളൊക്കെ നടക്കുന്നത് അറിയാം ഇവന്.
ഇങ്ങനൊരു ധിക്കാരം കാട്ടാൻ ഇതൊരു ധിക്കാരമായിട്ടാണ് അയാൾ കണക്കാക്കുന്നത്. സ്വാതന്ത്ര്യം എന്ന വാക്കിനെ കുറിച്ച് അവിടെ ആർക്കും പറയാനായിട്ട് സാധിക്കത്തില്ല. ദാസനും മാസ്റ്ററും ഒക്കെ കാഹളം മുഴക്കുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. എന്നാൽ അത് പുറത്തു പറയാനുള്ള ധൈര്യം അവിടെ ആർക്കും ഇല്ല. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനൊരു ധിക്കാരം കാണിക്കാൻ ആർക്കാണ് തൻ്റെ ഇടം ഉണ്ടായതെന്ന് ചിന്തിച്ചിട്ട് ഈ പോലീസിന് അരിശം വരികയാണ്. കോപം കൊണ്ട് അയാൾ താടിയല് വിറച്ചു എന്നാണ് പറയുന്നത്. ബംഗ്ലാവിന് മുമ്പിലെ കാവൽപുരയിൽ തോക്കും പിടിച്ചു നിൽക്കുന്ന പളനിയോട് പോസ്റ്ററിൻ്റെ കാര്യം ചെന്ന് പറഞ്ഞു ഈ പോലീസ്. പോസ്റ്റർ നേരിൽ കണ്ടപ്പോൾ ഇയാളെ വേർത്തു. രാത്രി മുഴുവനും അയാൾ കാവൽ നിൽക്കുകയായിരുന്നു അവിടെ. തൻ്റെ മൂക്കിന് ചുവട്ടിൽ വെച്ചാണ് ഏതോ ഒരു തെമ്മാടി ഇത് ചെയ്തത്. കമ്മീഷണറുടെ ചെവിയിൽ വിവരം എത്തിയ ഉടൻ ജോലി പോകും. അതുകൊണ്ട് തന്നെ രക്ഷിക്കണമെന്നാണ് ഈ പളനി പോലീസ് പോലീസിനോട് പറയുന്നത്. ആരും കാണാതെ ചുമരിലെ പരസ്യം അങ്ങ് നീക്കിക്കളഞ്ഞാൽ മതി, പളനിക്ക് രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ അങ്ങനെ ചെയ്യാനായിട്ട് നമ്മുടെ പോലീസിന് തയ്യാറല്ല. അയാൾ അത് കൂട്ടാക്കിയില്ല. ആര് തന്നെ ആയാലും ഈ ധിക്കാരം കാണിച്ച തെമ്മാടി ഒരു പാഠം പഠിപ്പിക്കണമെന്ന് തന്നെ പോലീസ് തീരുമാനിച്ചു. പളനി പോലീസിന്റെ അപേക്ഷ വകവെക്കാതെ അയാൾ ബ്രിഗേഡിയർ വെങ്കയ്യരുടെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പളനി അന്ത്രുവിനോട് അപേക്ഷിക്കുന്നുണ്ട്, എൻ്റെ വീട്ടിൽ പൊണ്ടാട്ടിയുണ്ട്, കുളന്തകളൊക്കെ ഇരിക്കുന്നുണ്ട്, കാപ്പാത്തിടു അന്ത്രു സോവേമിയ മോംഷേർ അന്തു എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അന്ത്രു എന്നെ രക്ഷിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അയാളതൊന്നും കേൾക്കുന്നില്ല. ബ്രിഗേഡിയർ വെങ്കയ്യ പോലീസ് സ്റ്റേഷൻ്റെ മുകളിലാണ് താമസിക്കുന്നത്. അദ്ദേഹവും പോലീസും കൂടി ജീപ്പിൽ കയറി പോവുകയാണ്. ഇങ്ങോട്ടാണ് പോകുന്നത്? കമ്മീഷണർ ലാപ്പോർത്ത് സാഹിബിൻ്റെ ബംഗ്ലാവിലേക്കാണ് പോകുന്നത്. അക്കാലത്ത് മയ്യഴിയിലെ പോലീസുകാരിൽ ഭൂരിഭാഗവും പോണ്ടിച്ചേരിയിൽ നിന്നും കാരിക്കലിൽ നിന്നുമൊക്കെ വന്ന തമിഴന്മാരായിരുന്നു. പൊതുവെ ഇവരും മടയന്മാരും മണ്ടന്മാരും ഒക്കെയായിരുന്നു. നേരം വെളുക്കുമ്പോഴേ ഇവരെ കുടിക്കാനൊക്കെ ആയിട്ട് അങ്ങ് ഇറങ്ങും. എന്നാൽ ബ്രിഗേഡിയർ വെങ്കയ്യ അത്രക്കാരനായിരുന്നില്ല. അതേ സ്വഭാവമാണ് കമ്മീഷണർ ലപ്പോർത്ത് സാഹിബിന്. അയാൾ കപ്പലിറങ്ങി വന്ന ദിവസം ഒരനിഷ്ട സംഭവം ഉണ്ടായതായിട്ട് ഇവിടെ പറയുന്നുണ്ട്. കമ്മീഷണർ ലപ്പോർത്ത് സാഹിബ് മയ്യഴിയിൽ കപ്പലിറങ്ങി വന്ന ദിവസം ഉണ്ടായ അനിഷ്ട സംഭവം എന്ത്? വെങ്കയ്യയോടൊപ്പം ലപ്പോർത്ത് സാഹിബ് മയ്യഴി ചുറ്റി കാണാനായിട്ട് പോയി. വിശുദ്ധ കന്യാമറിയാത്തിന്റെ മനോഹരമായ ദേവാലയവും ബംഗ്ലാവുകളും സമുദ്രത്തിലേക്ക് ഒഴുകിച്ചേരുന്ന മയ്യഴി പുഴയും ഒക്കെ അയാൾ കണ്ട് സന്തോഷിക്കുകയാണ്. മയ്യഴിയുടെ സൗന്ദര്യം സാഹിബിനെ കോരിത്തരിപ്പിച്ചു. കടലിൻ്റെയും പുഴയുടെയും ലഹരിയിൽ മുഴുകി നടക്കുന്ന സമയത്ത് സാഹിബ് ഒരു കാഴ്ച കാണുകയാണ്. പുഴക്കരയിൽ ഒരു ബീഡിയും വലിച്ചുകൊണ്ട് കുന്തിച്ചിരുന്ന് മലമൂത്ര വിസർജനം നടത്തുന്നു മന്ദകാലനായ അന്തോണിക്ക് ഒരു ദുസ്വഭാവമുണ്ട്. ധർമ്മശാലയോടൊപ്പം സർക്കാർ കക്കൂസുണ്ട്, പക്ഷെ അയാളത് ഉപയോഗിക്കത്തില്ല. അന്തോണിയെ കണ്ടപ്പോഴേക്കും സാഹിബിനാകെ പാടെ ദേഷ്യമായി. സാഹിബ് കാല് ഉയർത്തിയിട്ട് ഈ അന്തോണിക്ക് ഒരൊറ്റ ചവിട്ട്. അന്തോണി ധീരരോധനത്തോടെ മന്ദുകാലുകളും വലിച്ചോണ്ട് ഒറ്റ ഓട്ടം. കമ്മീഷണറുടെ കൽപ്പന പ്രകാരം പോലീസുകാർ അന്തോണിയെ പാലം കടത്തി വിടുകയാണ് ചെയ്തത്. ഇതാണ് അന്ന് നടന്ന സംഭവം. എന്നാൽ ഈ മന്ദുകാലിന് എങ്ങോട്ട് പോകാനാ? അയാൾ ജനിച്ചതും വളർന്നതും എല്ലാം ഈ മയ്യഴിയിൽ തന്നെയാണ്. അതുകൊണ്ട് അയാളുടെ നാട് അതായതുകൊണ്ട് പാലം കടന്നിട്ട് മയ്യഴിയിൽ തന്നെ അയാൾ തിരിച്ചു വരികയാണ് ചെയ്തത്. എന്നാൽ ലപ്പോർത്ത് സാഹിബിന്റെ കണ്ണിപ്പെടാതെ ഒളിച്ചു നടക്കുകയും ചെയ്തു. മൂപ്പൻ സാഹിബ് ഈ വിവരം അറിഞ്ഞിട്ട് പോസ്റ്റർ വലിച്ചു കീറി ദൂരെ കളയുകയും ചെയ്തു. പോസ്റ്റർ ഒട്ടിച്ച ധിക്കാരിയെ തെരഞ്ഞുകൊണ്ട് ബ്രിഗേഡിയർ വെങ്കയ്യരും അനുജന്മാരും എല്ലാം നിരത്തിലിറങ്ങി. അക്കാലത്ത് മയ്യഴിയുടെ മക്കൾക്ക് പോലീസിനേക്കാൾ പേടി ഗുണ്ടാകളെയായിരുന്നെന്നാണ് പറഞ്ഞത്. പോസ്റ്റർ സംഭവം നാട്ടിലെങ്ങും സംസാര വിഷയമായി. അതിനിടയ്ക്ക് ചിലർ കുഞ്ഞനം തമാശനെയാണ് സംശയിച്ചത്. കമ്മീഷണറും മറ്റും അതിൻ്റെ രാഷ്ട്രീയ വശത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചു. മയ്യഴിയിലെ പോലീസുകാരോടും ഗുണ്ടാകളോടും കാട്ടിയ ഒരു ധിക്കാരമായിട്ടാണ് അച്ചു അത് കാണുന്നത്. അച്ചുവിന് മാഷെ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഈയിടെയായിട്ട് എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത ഈ മാഷ്, എപ്പോഴും കട്ടിലെ തന്നെ കിടക്കുന്നതായ മാഷ് ഇറങ്ങി വന്ന് നോട്ടീസ് പതിച്ചെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്? എണീറ്റ് നടക്കാൻ ജീവനില്ലാത്ത ഓനല്ലെങ്കിൽ ഓൻ്റെ ചെങ്ങാതികൾ
അതല്ലാതാര? സന്ദർഭം വ്യക്തമാക്കുക. അച്ചുവിനും അന്ത്രുവിനും ഇതൊരു രാഷ്ട്രീയമല്ല, മറിച്ച് ധിക്കാരമാണെന്നാണ് പറയുന്നത്. മയ്യഴിയിലെ പോലീസുകാരോടും ഗുണ്ടകളോടും കാട്ടിയതായിട്ടുള്ള ഒരു ധിക്കാരമായിട്ടാണ് അവരതിനെ കാണുന്നത്. മാസ്റ്റർക്കും പപ്പനും എല്ലാം അറിയാം അവരെ സംശയമുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ലീല പറയാറുണ്ട്, സൂക്ഷിക്കണേ അനന്ത, ആ അച്ചു കണ്ണി ചോരയില്ലാത്തവനാണ് എന്നൊക്കെ പറയുമ്പോൾ മാസ്റ്റർ പറയും, ചാകാൻ കിടക്കുന്ന എന്നെ ഓനെന്തോ ചെയ്യാനാണെന്ന് ചോദിക്കുന്നുണ്ട്. എന്നെ പോലെയുള്ള സുഖക്കേടുകാരെ ഒന്നും അല്ല പപ്പ ഈ നാടിനാവശ്യം, ഉത്തമനെയും ഒക്കെ പോലുള്ളതായ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരെയാണ് ഇന്ന് നാടിനാവശ്യം എന്നൊക്കെ മാഷ് പറയുന്നുണ്ട്. മലയൻ ഉത്തമൻ എന്ന് പറയുന്ന വിഷവൈദ്യനായ മലയൻ കുറുമ്പൻ്റെ മകനാണ്. കുറേശ്ശെ മന്ത്രവാദം ഒക്കെ ഉണ്ട്, വിഷം ഇറക്കുകയും ചെയ്യും. പപ്പൻ അവനോട് ചോദിക്കും, നീ കമ്മ്യൂണിസ്റ്റ് ആണോ? അസംശയമില്ല കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയുമ്പം പറയും, കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ ആദ്യം മാർക്സിസ്റ്റ് ആകണം, മാർക്സിസ്റ്റ് ആണെങ്കിൽ മെറ്റീരിയലിസ്റ്റ് ആവണം, നീ മെറ്റീരിയലിസ്റ്റ് ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും, മെറ്റീരിയലിസവും മന്ത്രവാദവും തമ്മിലൊന്നും ഒന്നിച്ച് പോകത്തില്ലെന്നും ഒക്കെ പറയും. പക്ഷേ നമ്മുടെ മാസ്റ്റർ ഉടനെ പറയും, ഉത്തമനെ സംബന്ധിച്ചിടത്തോളം മന്ത്രവാദം ഒരു തൊഴിലാണ്, വിശ്വാസ പ്രമാണമല്ല, അത് മനസ്സിലാക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഈ മലയൻ ഉത്തമന് കുലത്തൊഴിൽ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. തലമുറകളായിട്ട് അവൻ്റെ കുടുംബത്തിൽ വിഷവൈദ്യന്മാരും മന്ത്രവാദികളും ഒക്കെ ഉണ്ട്. മയ്യഴിയിലെ അമ്പലത്തിൽ തിറകെട്ടി ആടുന്നവനായിരുന്നു ഈ ഉത്തമൻ്റെ അച്ഛൻ മലയൻ കുറുമ്പൻ. ആർക്കെങ്കിലും വിഷം തീണ്ടിയ വിഷമിറക്കുന്നതും അയാളായിരുന്നു. പ്രേതം കൂടിയാൽ മന്ത്രം ചൊല്ലി ബാധ അകറ്റുന്നതും ഈ മലയനായിരുന്നു. 12 വയസ്സ് മുതൽ തിറകെട്ടി ആടിയ മലയന് മരിക്കുമ്പോൾ 70 വയസ്സുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അമ്പലത്തിലെ തിറയെഴുന്നള്ളിപ്പിന് മലയൻ കുരുത്തോലയും എടുത്ത് 5 ആൾ പൊക്കമുള്ള മുടിയെടുത്ത് ഗുളികൻ്റെ തിറയാടും. മറ്റൊരിക്കൽ കുട്ടിച്ചാത്തൻ്റെ പിണിയാളാകും. അദൃശ്യമൂർത്തികളായ ദേവന്മാർ മലയനിലൂടെ അവതരിക്കുന്നു എന്നാണ് ഈ നാട്ടുകാരുടെ ഒരു വിശ്വാസം. ഒരു ദിവസം ഈ മാസ്റ്ററും പപ്പനും ഒക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് അച്ചു അങ്ങോട്ട് കടന്ന് വരുന്നുണ്ട്. വിശേഷം അറിയാൻ വന്നതാണെന്നും പറഞ്ഞാണ് വരുന്നത്. എന്തുവാ കാര്യമെന്ന് മാഷി ചോദിച്ചു. ഈ സമയത്ത് പപ്പനും ഉത്തമനും ഒക്കെ മാറി നിന്നു, ലീലയും മാറി നിന്നു. ലീലയ്ക്കൊക്കെ ആകപ്പാടെ ഭയമാണ്, ഗുണ്ടകളാണ്, അവർ വല്ലതും ചെയ്യുമെന്ന് പേടിച്ചിട്ട് എന്താ സംഭവിക്കുന്നത് അറിയത്തില്ലല്ലോ, അവർ മാറി നിന്നു. നേരെ അവൻ വന്നിട്ട് ചോദിക്കുകയാണ്, മൂപ്പൻ്റെ വീട്ടിലെ ചുമരിൽ പോസ്റ്റർ ഒട്ടിച്ചത് ആരാണെന്ന് അച്ചു ചോദിക്കുക. നേര് പറയുന്നത് നല്ലതൊന്നും ഇല്ലെങ്കിൽ വായിലെ പല്ലിയും കൊഴിക്കുമെന്നാണ് അച്ചു ഭീഷണിപ്പെടുത്തുന്നത്. മൂപ്പൻ്റെ വീട്ടിൽ കടലാസ് വെട്ടിച്ചതിന് അവനാരാ ചോദിക്കാനെന്നും ചോദിക്കേണ്ടവൻ വരുമ്പോൾ പറഞ്ഞു കൊള്ളാമെന്നും മാഷ് ശോഭത്തോട് അറിയിക്കുക. ഊരിയ പിച്ചാത്തിയുടെ അലകിൽ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അച്ചു ഒരു നിമിഷം നിൽക്കുകയാണ്. പിന്നീട് എന്തോ വെറുവൃത്തുകൊണ്ട് അയാൾ ഇറങ്ങിപ്പോവുകയും ചെയ്തു. എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയത്തില്ല, സുഖമില്ലാത്തവനെന്നൊന്നും ഞാൻ വിചാരിക്കത്തില്ല, കരളില്ലാത്തവനെന്നൊന്നും ഓർക്കത്തില്ല, അടിച്ചു വായിലെ പല്ല് പറിക്കുമെന്നൊക്കെ പറഞ്ഞ് വീരവാദം പറഞ്ഞുകൊണ്ട് വന്നതായ അച്ചു മാസ്റ്ററുടെ വാക്ക് കേട്ടിട്ട് അപമാനിതനായിട്ട് തിരിച്ചു പോകുന്നത് കണ്ടപ്പോഴാണ് ലീലയ്ക്കും പപ്പനുമൊക്കെ ഒരു ധൈര്യം വന്നത്, ആശ്വാസമായത്. പാതി ചത്ത എന്നെ ഇനി അവനൊന്നും ചെയ്യത്തില്ല, എനിക്കതറിയാമായിരുന്നു എന്ന് മാസ്റ്റർ പറഞ്ഞപ്പോൾ ലീല പയ്യെ മാസ്റ്ററോട് ചോദിക്കുന്നു, എന്നോട് പറഞ്ഞുകൂടെ ആരാ ഈ പോസ്റ്റർ ഒട്ടിച്ചതെന്ന്? അത് മാസ്റ്റർക്ക് അറിയാമെന്ന് ലീലയ്ക്കറിയാം ആരാ ഒട്ടിച്ചതെന്നൊക്കെ. അപ്പോൾ അത് എന്നോടൊന്ന് പറയരുതോ എന്ന് ചോദിച്ചപ്പോൾ മാസ്റ്റർ പറയുന്നുണ്ടതോ ആ നിൽക്കുന്നവനാണ്. മാസ്റ്റർ പപ്പനെ ചൂണ്ടിക്കാണിച്ചിട്ട്, ഇപ്പോൾ പപ്പനൊന്നും അറിയാത്ത ഭാവത്തിൽ അങ്ങനെ നിൽക്കുകയായിരുന്നു. അവന് ബീഡിയൊക്കെ വലിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്, കള്ളത്തരവും കാണിച്ചു വെച്ച്. ലീല അതിശയത്തോടെ അവനെ നോക്കുക. ആഹാ, നിനക്ക് ഇത്രയും ധൈര്യമൊക്കെ ഉള്ളവനായിരുന്നോടാ എന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് ഇവൻ ധൈര്യം സംഭരിച്ചിട്ട് പറയാം, വേണമെന്ന് വെച്ചാൽ ഞാൻ മൂപ്പൻ സാഹിബിൻ്റെ പുറത്ത് കൊണ്ട് ഒട്ടിക്കും നോട്ടീസ് എന്നാണ് പറയുന്നത്. അവൻ വീണ്ടും ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. പോസ്റ്റർ മയ്യഴിയിൽ ഉണ്ടാക്കിയ ചലനം എന്തായിരുന്നു? മലയൻ കുറുമ്പൻ ആരാണ്? അയാളെ പറ്റി വിവരിക്കുക. 12ാമത്തെ അധ്യായം അങ്ങനെ അവസാനിക്കുമ്പോൾ 13ാമത്തെ അധ്യായവുമായി കാണും വരെ നന്ദി, നമസ്കാരം.